ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ അമലുകളെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട കാര്യമാണ് അമലുകൾ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത്. കാരണം അമലുകൾ ആണ് ഒരു വിശ്വാസിക്ക് ഏറെ പ്രതീക്ഷ. ആ അമല് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പരീക്ഷണമാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ അമല് നഷ്ടപ്പെട്ടു പോകുക എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. അപ്പം അതിൽ നമ്മൾ മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് അള്ളാഹു അവതരിപ്പിച്ചതിനോട് വെറുപ്പ് തോന്നുക എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വെറുപ്പോട് കൂടിയിട്ടൊരു കാര്യം ചെയ്താൽ ആ കാര്യം അള്ളാഹു സ്വീകരിക്കൂല, നഷ്ടപ്പെട്ടു പോകും. ഇനി നാലാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്, എഴുതിക്കൊള്ളൂ. റിയാ ആണ്. ആ റിയാ, ലോകമാന്യം. ലോകമാന്യം, അതായത് റിയാ എന്ന് പറഞ്ഞാൽ ആൾ കാണാൻ വേണ്ടി ചെയ്യുക, അതാണ് റിയാ. ലോകമാന്യം എന്ന് പറയാം. ലോകമാന്യം, റിയാ. റിയാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ച് റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, പടച്ചവൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പടപ്പുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. അതാണ് റിയാ. ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്നൊരു കാര്യമാണ് റിയാ. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നബി ആ രൂപത്തിൽ തന്നെയാണ് അതിന് താക്കീത് ചെയ്തത്. ഞാനൊരു ഹദീത്ത് പറയാം. ഇബ്നു മാജയുടെ എഴുതിക്കോളൂ. ഇബ്നു മാജ 4204 നമ്പർ ഹദീസ്. ഇബ്നു മാജയുടെ 4204 4204 ഇബ്നു മാജ. ഹദീസ് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. അൻ അബി സഈദ് റളിയല്ലാഹു അൻഹു ഖാല. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അടുക്കലേക്ക് പുറപ്പെട്ടു വന്നു. വനഹ്നു നതദാക്കറു അൽ മസീഹ് ദജ്ജാൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ മസീഹ് ദജ്ജാലിനെ പറ്റിയുള്ള ഒരു ഗവേഷണത്തിലാണ്. മസീഹ് ദജ്ജാൽ ഗവേഷണം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കല്ല. മസീഹ് ദജ്ജാലിനെ പറ്റിയിട്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മസീഹ് ദജ്ജാൽ പിന്നെ എപ്പോഴാണ് വരിക, മസീഹ് ദജ്ജാലിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞത് എന്തൊക്കെയാണ്, മസീഹ് ദജ്ജാൽ പിന്നെ എന്താണ്, അതിൽ വിശ്വസിക്കൽ ഏത് രൂപത്തിലാണ് നമുക്ക് നിർബന്ധം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മസീഹ് ദജ്ജാലുമായുള്ള കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നബി വന്നത്. അപ്പം നബി പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇവരെ സംസാരം മസീഹ് ദജ്ജാലിനെ പറ്റിയാണ്. അപ്പം നബി ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹ് ദജ്ജാൽ. മസീഹ് ദജ്ജാലിനേക്കാൾ കൂടുതൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യം, മസീഹ് ദജ്ജാലിനേക്കാൾ കൂടുതൽ എൻ്റെ അടുക്കൽ ഞാൻ പേടിക്കണമെന്ന്. മസീഹ് ദജ്ജാലിൻ്റെത് ഭയങ്കര ഫിത്നയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏത് നിസ്കാരത്തിലും സലാം വീട്ടുന്ന തൊട്ട് മുമ്പ് ഫിത്നത്തിൽ മസീഹ് ദജ്ജാലിൽ നിന്ന് നമ്മൾ രക്ഷ വിളിക്കുന്നത്. ആ മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നയേക്കാൾ ഭയപ്പെടേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടാണ് ചോദിക്കുന്നത്. കാല. അപ്പോൾ ഷാഹി പറയാണ്, കുല്ല, ഞങ്ങൾ പറഞ്ഞു, ബല, അതെ, ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. കാല. അപ്പോൾ റസൂൽ പറഞ്ഞു, അശ്ശിർക്കുൽ ഖഫിയ്യ്. എന്താണ് അശ്ശിർക്കുൽ ഖഫിയ്യ്? ചെറിയ ലഘുവായ പിന്നെ അവ്യക്തമായ ഒരു മറഞ്ഞു കിടക്കുന്ന ഷിർക്ക്. അയ്യഖൂമ റജുൽ, ഒരാൾ നിസ്കരിക്കുക. അയ്യഖൂമ റജുൽ യുസല്ലി, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നു.
ഫതുസയ്യിനു സ്വലാത്തഹു. അങ്ങനെ ആ നിസ്കാരക്കാരൻ അവൻ്റെ നിസ്കാരം കുറച്ച് ഭംഗി കൂട്ടി. എപ്പോ ലിമാ യറാമിൻ നവരി റജുലിൻ, ഒരു ആള് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ, അയാളിൻ്റെ നിസ്കാരം നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ കാണാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തു, ആ നിസ്കാരം കുറച്ച് ഭംഗി കൂട്ടി. അതാണ് ഷിർക്കുൽ ഖഫിയ്യ്, റിയാ. മനസ്സിലായില്ലേ? എത്രമാത്രം അറിയങ്ങൾ. ഇപ്പം നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പിന്നെ പള്ളിയിൽ നിസ്കരിക്കുകയാണ്. സാധാരണ നിസ്കരിക്കുന്ന മാതിരി നമ്മൾ ഒന്നുണ്ടാക്കി സാധാരണ നിസ്കരിക്കുന്ന മാതിരി നിസ്കരിക്കുക. അപ്പം നിസ്കരിക്കുമ്പം ഒരാൾ വന്ന് നമ്മളെ തുടർന്നു വിതറാൻ കിട്ടി, ഫാത്തി ഓതി, സൂറത്ത് ഓതി, റുക്കു പോയി, റുക്കുന്ന് എഴുന്നേറ്റ് സുജൂദിൽ പോയി, അങ്ങനെ നമസ്കാരം, ഒരു നമസ്കാരം. ഒരാൾ വന്ന് തൊട്ടപ്പോഴേക്ക് എന്താക്കി, പിന്നെ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് നിസ്കാരം എന്താക്കി, കുറച്ചൊരു ഭംഗി കൂട്ടി, കുറച്ച് സമയമെടുത്തു, സാവകാശമൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇയാളുടെ മൂന്നാമത്തെ റക്അത്തിലാണ് ഇയാൾ വന്ന് തുടർന്നത്. ഈ 2 റക്അത്ത് ആർക്ക് വേണ്ടിയായിരുന്നു? 3 4 ആർക്കായി? വ്യക്തിക്കായി. നമ്മൾ സാധാരണ നമുക്കിടയിൽ സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലും എന്തായിട്ട് മാറും? റിയാ ആയിട്ട് കാണുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു എന്താണ് ഇങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു ഖലീഫയാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരികയും ആ ഒരു പ്രൗഢിയും ആ ഒരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ വന്നുപോയി. അപ്പം അവർ ഭയപ്പെടുകയാണ്. എന്നിട്ട് രണ്ടാമത് ഇറങ്ങിയിട്ട് പിന്നെ നിജത്തുമാരിൽ കയറുകയാണ്. അപ്പോൾ അതിന് മാത്രം സൂക്ഷ്മത അത്തരം അമലുകളിൽ അവർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമൽ ബാത്തിലായി പോകുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പുറമെയുള്ളൊരു സമ്മർദ്ദത്തെ, ഒരു സമ്മർദ്ദം കൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ ഇങ്ങനെ കൊടുക്കാതിരിക്കുക, എന്തെങ്കിലും ഒരു കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന ആൾ പിന്നെ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഇന്ന ഇതല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ കൊടുക്കുക. ഇതൊന്നും ഒരിക്കലും എന്തല്ല സ്വീകരിക്കപ്പെടുന്ന അമലാകൂല. കാരണം അവിടെയെല്ലാം നിയ്യത്ത് മാറും, റിയാദ് കടന്നു വരും. ഇപ്പം നമ്മൾ പിന്നെ അണ്ണാനഗറിൽ പഠിച്ച സൂറത്തുൽ ലൈലിൽ അവസാന ഭാഗത്ത് എന്താ പറഞ്ഞത്? അവസാന ഭാഗം ഉമർ അബ്ദുൽ അസീറുല്ലാഹു തആല അന്ന് ബോധം കെട്ട് വീണ ആ സൂറത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് എന്താ പറഞ്ഞത്? വയതജന്നബുഹൽ അത്ഖ അല്ലദീ യുഅ്തി മാലഹു യതസക്ക വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ. ആ വ്യക്തിയുടെ അടുക്കൽ ഒരാളിൽ നിന്നും ഒരു രൂപത്തിലുമുള്ള ഒരു പ്രത്യുപകാരവും അയാൾക്ക് കിട്ടാനില്ല, അയാളത് ആഗ്രഹിക്കുന്നില്ല, അയാൾ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ, അത്യുന്നതനായ റബ്ബിൻ്റെ പ്രീതിയല്ലാതെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ റബ്ബുൽ ആല ഖുർആനിൽ ഇപ്പോൾ പിന്നെ ഫിറഔൻ പറഞ്ഞു അന റബ്ബുക്കുമുൽ ആല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ജവാബ് എന്താ അറിയോ? ഫിറഔനല്ല റബ്ബുൽ ആല. റബ്ബുൽ ആല ആരാണെന്ന് ഖുർആൻ വിശദീകരിക്കുന്ന 2 സ്ഥലമാണ്. റബ്ബുൽ ആല ഫിറഔനല്ല. പിന്നെ റബ്ബുൽ ആല ആരാണ്? സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല അല്ലദീ ഖലഖ ഫസവ്വ. രണ്ടാമത്തതാണ് ഈ പറഞ്ഞ ആയത്ത്. ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ ആല. 2 സ്ഥലത്താണ് അല്ലാഹു തആല അത് റബ്ബുൽ ആലയെ കുറിച്ച് പറഞ്ഞത്. അതാണ് നമ്മൾ സുജൂദിൽ പറയുന്നത്, സുബ്ഹാന റബ്ബി അൽ ആല. അപ്പോൾ പിന്നെ അത് വളരെ വ്യക്തമായിട്ട് ഖുർആൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലിനും ഈ നിയ്യത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കടന്നു വന്നാൽ അതെന്തായി മാറി? അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ കുട്ടികളോട് കൽപ്പിക്കുമ്പോൾ, നിസ്കരിക്കാൻ കുട്ടികളോട് പറയുമ്പോൾ, നിസ്കരിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ്, മോനെ ബാപ്പാക്ക് വേണ്ടി നിസ്കരിക്കരുത്, ഉമ്മാക്ക് വേണ്ടി നിസ്കരിക്കരുത്. മോനെ നിസ്കാരം ആർക്കായിരിക്കണം? വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ആയിരിക്കരുത്, പടച്ചവന് വേണ്ടി ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ മക്കൾക്ക് ശരിയായ രൂപത്തിൽ നിസ്കരിക്കാൻ കഴിയുള്ളൂ. ഇത് ഈ ഒരു റിയാ ഇല്ലാത്ത പ്രവർത്തനം എന്നത് നമ്മൾ ശരിക്കും പഠിക്കുക. റിയാ എന്നത് പഠിച്ചാൽ പോരാ.
റിയാ ഇല്ലാത്തൊരു പ്രവർത്തനം എന്നത് നമ്മൾ ചെറിയ പ്രായത്തിലേ കൊണ്ടുവരേണ്ടതാണ്. ചെറിയ പ്രായത്തിൽ ഈ റിയാ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് വരെ വരും. ശ്രദ്ധിക്കണം. പാരമ്പര്യമായിട്ട് എങ്ങനെ വരിക എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു വീട്ടിലുള്ള ഒരു കാരണവർ അയാൾ ഒരുപാട് സദക്കും ദാനമൊക്കെ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നാട്ടുകാരൊക്കെ കാണുന്ന അറിയുന്നുണ്ട്. അയാൾ ചെയ്യുന്നത് പേരിനും പ്രശസ്തിക്കൊക്കെ വേണ്ടി ചെയ്യുന്നത് നമ്മൾ കണ്ട് അങ്ങനെ വന്നാൽ വാപ്പാൻ്റെ മോനായിരിക്കും ചിലപ്പോൾ നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും വാപ്പ ഇങ്ങനെയൊക്കെ ചെയ്ത ആളെങ്കിൽ നമ്മളായിട്ട് ചെയ്യാതെക്കാൻ പറ്റൂല. വാപ്പ ഇങ്ങനെയൊക്കെ ചെയ്തതാണ് നമ്മളായിട്ട്. അപ്പോൾ അത് അവിടെ എന്തായി? നിയ്യത്ത് മാറി. നിയ്യത്ത് മാറി. അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ്. അതാണ് ചെറിയ പ്രായം എന്ന് പറഞ്ഞത്. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസിയ്യത്ത് നിങ്ങൾ എടുത്തു നോക്കി. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസിയ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസിയ്യത്ത് ഷിർക്ക് കഴിഞ്ഞാൽ, ഷിർക്കിനെതിരുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വേറെ കുറേ കാര്യം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കണം എന്ന സന്ദേശമാണ്. മോനെ, നീ നന്നാകണം, ഈ കാര്യങ്ങളൊക്കെ നീ ചെയ്യണം. ഇതൊക്കെ വാപ്പാൻ്റെ വസിയ്യത്താണ്. എന്നിട്ട് പറയണത് എന്താണ്? നീ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുവരും, റബ്ബിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. ഇതിനായത്തിന് തുടക്കം എന്താണ്? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫി സഖറത്തിൻ യഅതി ബിഹാ അല്ലാഹ്. ഒരു കാര്യം, ഒരു അണു തൂക്കം മതി. കണ്ട, അതൊരു പാറക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ടാൽ പോലും അള്ളാഹു ഇത് കൊണ്ടുവരും. അപ്പം അള്ളാഹു അറിയാൻ, അള്ളാഹുവിന് വേണ്ടി ആ ഒരു നിയ്യത്തോടു കൂടിയല്ലാത്ത ഒന്നും എന്ത് ചെയ്യൂല. നമ്മൾ കച്ചവടമാവട്ടെ, മക്കളെ വളർത്തുന്ന കാര്യമാകട്ടെ, നമ്മൾ ചെല്ലുന്നൊരു ദിക്റുകളാകട്ടെ, എല്ലാം അങ്ങനെയാണ്. ഈ പ്രകടമായ കാര്യങ്ങളൊക്കെ ഇസ്ലാം കൽപ്പിക്കപ്പെടാതിരിക്കാൻ കാര്യം. ഇപ്പം നമ്മൾ കാണുന്നത് ദീനീപരമായ എല്ലാ കാര്യങ്ങളും പ്രകടനതയാണ്, അല്ലേ? എല്ലാം ഒരു പ്രകടനതയാണ് നമ്മൾ കാണുന്നത്. ഒക്കെ ആളുകൾക്ക് മുന്നിൽ കാണിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി. ഇസ്ലാമിക ദേവത്ത് വരെ അങ്ങനെ മാറി. ഒരു മനുഷ്യൻ്റെ ഏത് അമലുകൾ എടുത്തു നോക്കി. ഇപ്പം നമ്മൾ കാണുന്നൊരു പ്രകൃതി ദിക്റ് ചെല്ലുക. ദിക്റ് എന്താ? ദിക്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വകാര്യമായ ഇബാദത്താണ് ദിക്റ്, അല്ലേ? വദ്കുർ റബ്ബക ഫീ നഫ്സിക, അല്ലേ? അവിടെയാണ് സ്ഥാനം. അപ്പം ഈ ദിക്റ് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ബന്ധമാണ്. വേറെ ഒരാളത് അറിയണില്ല. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ വിരലുമ ചൊല്ലിക്കാളി. ആരും അറിയില്ലല്ലോ. ഈ വിരല് വേറൊരാളെ നേരത്തെ തട്ടുന്നില്ല, വേറൊരാൾ അറിയുന്നില്ല. അപ്പോൾ ദിക്റ് നമ്മൾ എന്തുമ ചെല്ലാണ്? വിരലിൽ ചെല്ലാണ്. അതേ സമയത്ത് ഒരു മോതിരിട്ടാൽ മോതിരത്തിന്മേൽ നിൽക്കണവനാണെങ്കിലും ഒരു മാല ഇട്ടിട്ട് ആ മാല ഇങ്ങനെ കൈമക്കൂടെ ചുറ്റി ഇങ്ങനെ ഇട്ടുകാണ്ട് വലിയൊരു ദിക്റിലുള്ള ആളാന്ന് പറഞ്ഞാൽ മാല തസ്ബീമാല കൈമ ചുറ്റിട്ടാണ് വലിയ വലിയ ആൾക്കാർ നടക്കുന്നത്. എന്തിനാണിത്? റസൂലുള്ളാഹിന്റെ കൈമേൽ എത്ര തസ്ബീമാല ഉണ്ടേനി? റസൂലുള്ളാഹി തസ്ബീമാല ഇട്ടിട്ട് നടന്നതിന് കൈമേൽ ആണോ? അല്ല. തസ്ബീമാല തോളിലിട്ട് കൈത്തിട്ട് നടന്നിരുന്നത് റസൂലുള്ളാഹി? സാഹിബിയുടെ ആരെങ്കിലും നടന്നിരുന്നോ? ഇല്ല. ഇങ്ങനെ എല്ലാം എന്തിനായി മാറി? കാണിക്കാൻ. അപ്പം ഇന്ന് നമ്മൾ ഭയപ്പെടേണ്ട ഏറ്റവും ഗൗരവകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ റിയാ ആണ്. ഏറ്റവും കൂടുതൽ പറയുക, നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യും? അതിലേക്ക് മാറിപ്പോകും. നമ്മളിപ്പം നിസ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കടയിൽ ഇപ്പോൾ ജമാഅത്തിന് പോകാൻ ഞാൻ ഓൻ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ആ കടക്കാരനെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ കടയിലുള്ള ആൾ ഓൻ പോയി വന്ന് ഇനിയിപ്പോൾ ഞാനെന്നാണ്ട് പോയി വരാതിരുന്നാൽ. അപ്പം ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നു, വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ്. ഇനി ഞാൻ വേറൊരു ഹദീസ് കേൾക്കുക. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. അൻ മഹ്മൂദ് ബിൻ ലബീദ് ഖാല, അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കുന്ന കാര്യം എന്താണെന്നറിയാം? റസൂലുള്ളാഹിന്റെ വേറെ ഹദീസാണ്. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ഭയപ്പെടുത്തുന്ന കാര്യം അശ്ശിർക്കുൽ അസ്ഗർ. ഷിർക്കുൽ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യം അതാണ്. ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമ ഷിർക്കുൽ അസ്ഗർ, എന്താണ് ഷിർക്കുൽ അസ്ഗർ? ചെറിയ ഷിർക്ക് എന്താണ്? ഖാല അരിയാ, റിയാ ആണ്. അപ്പോൾ നബി നമ്മളിൽ ഏറ്റവും കൂടുതൽ പേടിച്ച സംഗതി എന്താ? റിയാ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ റിയാ
അമലുകൾ ബാത്തിലാക്കി കളയും. ആ അമല് ഒന്നും അവിടെ ഉണ്ടാവില്ല നാളെ പരലോകത്ത്. ഇമാം അഹമ്മദിന്റെ ഹദീസാണ്. ഇന്നല്ലാഹു യഖൂൽ, എൻ്റെ റസൂൽ പറയാണ്, യൗമ തുജാസ അൽ ഇബാദു ബിഅഅമാലിഹിം, ഇന്നത്തെ ദിവസം നിങ്ങളെ അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടും. ഇത് ഹബൂ, നിങ്ങൾ പൊയ്ക്കോളി, ഇലല്ലദീന കുൻതും തുറാഊന ബിഅഅമാലിക്കും ഫിദ് ദുനിയ, ദുനിയാവിൽ ആരെ കാണിക്കാനാണോ ആര് കാണാനാണോ നിങ്ങൾ ചെയ്തത് അവരുടെ അടുക്കലേക്ക് നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങളെ പ്രതിഫലം അവിടെ ഉണ്ടാകും. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅ, അവരുടെ അടുക്കൽ വല്ല പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാണ്ടെന്ന് നിങ്ങൾ നോക്കി. അപ്പം എന്തും കൂടി രേഖയാണ് നിങ്ങൾ, എന്തും കൂടി രേഖയാണ്. ഞാൻ ഒരു അമല് ചെയ്തത് ആരെ കാണിക്കാനാണോ ആ ആളുടെ അമലിലേക്ക് ചേർത്താണ് എന്ത് ചെയ്യുക, എൻ്റെ അമല് രേഖപ്പെടുത്തപ്പെടുക. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ പോയിക്കോളി, അവിടെ പോയിട്ട് നിങ്ങൾക്ക് വല്ല പ്രതിഫലം കിട്ടുമെന്ന് നോക്കി എന്നാ പറഞ്ഞത്. നമ്പർ ഞാൻ പറയാം. ഇനി നിങ്ങൾ അൽബക്കറയിലെ 264 ആയത്തിൽ നമ്മൾ വായിച്ചതാണ്, മറിക്കണ്ട, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്. കല്ലദി യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതായത് ജനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ആൾക്കാർ, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല. അന്ത്യത്തിൽ അതിന് മുമ്പത്തെ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ മഴയെക്കുറിച്ച് പറഞ്ഞപ്പം വാബിലും തൊല്ലും പറഞ്ഞില്ലേ, ആ വാബിലും തൊല്ലും പറഞ്ഞെടുത്താണ് ഈ ആയത്ത് കാണാൻ കഴിയും. 260. അതെ. ഇനി ഇതിൽ നമ്മളെല്ലാവർക്കും വലിയൊരു ഹദീസുണ്ട്, ഇമാം മുസ്ലിമിൻ്റെ 1905, ഇമാം മുസ്ലിമിൻ്റെ 1905 നമ്പർ ഹദീസ്. വലിയ ഹദീസാണ് ഇമാം മുസ്ലിമിൻ്റെ 1905. ഞാൻ ഹദീസ് ഫുള്ള് വായിക്കണില്ല. പിന്നെ എല്ലാവർക്കും അറിയാം, നാളെ പരലോകത്ത് 3 ആളെ വിചാരണയ്ക്ക് കൊണ്ടുവരും. 1 ഒരു രക്തസാക്ഷിയായിരിക്കും. 2 പിന്നെ ഖുർആനും ദീനും ഒക്കെ പഠിച്ചത് ഞാനൊരു ആലിമാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയായിരിക്കും. 3 ഒരു ധർമ്മിഷ്ഠനായ ഒരാൾ. ഈ 3 പേരെ വിചാരണക്ക് കൊണ്ടുവരികയും എന്നിട്ട് ഭൂമിയിൽ അവരങ്ങനെയാണ് ജീവിച്ചത്. പക്ഷേ ആ 3 പേർക്കും 3 ഉന്നതമായ പ്രതിഫലമുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ 3 പേർക്കും എന്തായില്ല, അയാൾ ആഗ്രഹിച്ചത്, അയാൾ പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോവേഴ്സുള്ള ഒരു പണ്ഡിതൻ, അല്ലെങ്കിൽ എൻ്റെ പ്രസംഗമായിരിക്കണം, എൻ്റെ ക്ലാസ് ആയിരിക്കണം, അങ്ങനെയാണ് അയാൾ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയാണ് അയാൾ എന്താക്കിയത്, ഖുർആൻ പഠിച്ചതും ദീനും പഠിച്ചതൊക്കെ. മനസ്സിലായില്ലേ? അത് അയാൾ ആഗ്രഹിക്കുന്നു. അയാൾ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പോയി. ഒരു ധർമ്മം ചെയ്യുന്ന ഒരാൾ, അയാളിങ്ങനെ കണ്ട് ഇയാൾ അങ്ങനെ ഒരു പിന്നെ വ്ളോഗർ വന്ന് ഇയാളെ കണ്ടില്ലെങ്കിൽ ഇയാളാണ് അത് ചെയ്തത്, ഇയാളത് ചെയ്തത്, ഇയാളാണ് ഇവിടെ ഇത്ര പേരുണ്ടാക്കി കൊടുത്തത്, ഇത്ര ആൾക്കാർക്ക് ഇതുണ്ടാക്കി കൊടുത്തത്, അവിടെ വീടുണ്ടാക്കി 100 വീടുണ്ടാക്കി എന്നിട്ട് അയാളിങ്ങനെ ഈ ഒരു ആൾ വന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട തിന്മ റിയാ ആണ്. ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട തിന്മ അതാണ്. കാരണം ഇന്നിപ്പോൾ എന്ത് കാണിച്ചാലും സ്റ്റാറ്റസ് വെക്കലാണ്. ഈ സ്റ്റാറ്റസ് അരിയ, സ്റ്റാറ്റസ് അരിയ. ഒരു നന്മയെയും നമ്മൾ സ്റ്റാറ്റസ് ആക്കരുത്, ഒരു നന്മയും സ്റ്റാറ്റസ് ആക്കരുത്. സ്റ്റാറ്റസ് ആക്കാൻ എന്തറിയോ, ഒരു മെസ്സേജ് കൈമാറാൻ. നമ്മളൊരു മെസ്സേജ് കൈമാറാൻ, അതൊരു നല്ല കാര്യമാണ്. അതേ സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ തന്നെ എൻ്റെ സെൽഫി എടുത്തിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക. നമ്മൾ ഒരു ഉംറക്ക് പോകുക, ഒരാൾ പോവുക, ഉംറക്ക് പോയിട്ട് കാബൻ്റെ അടുക്കൽ പോയിട്ട് ഫോട്ടോ എടുത്ത് വിചാരിച്ച് തെറ്റൊന്നുമില്ല. കാബൻ്റെ അടുക്കൽ ചെന്നു, ഉംറ കഴിഞ്ഞ് ഉംറക്ക് ഒരു ഫോട്ടോ എടുത്തു, അതുകൊണ്ട് തിരക്കടൊന്നുമില്ല. പക്ഷെ അത് അയാൾ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റാറ്റസ് വെക്കുകയാണ്. അയാൾ അവിടെ ചെന്നു, ഉംറ കഴിഞ്ഞു, അയാൾ ഒരു ഉംറ ചെയ്ത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് ആളുകൾ അറിയാൻ. എന്നിട്ട് ഈ റിയാ എങ്ങനെ വരും നോക്കി, നിങ്ങൾ റിയാ പ്രകടമാണ്. കാരണം സ്റ്റാറ്റസ് വെച്ച ഒരാൾ ഇത് എത്ര ആൾ കണ്ടു എന്ന് നോക്കുകയാണ്. യൗദുബില്ലാ, എത്ര ആൾ കണ്ടു നോക്കുക. അത്രയും ആളുകളിലേക്ക് ഇയാൾ അമല് പോയി, അത്രയും ആളുകളിലേക്ക് ഇയാൾ അമല് പോയി. നമ്മൾ വെക്കുന്ന ഒരു നന്മ, നമ്മളൊരു ഒരു മദ്രസ ഉണ്ടാക്കി, ഒരു പള്ളി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഇത് ചെയ്തു, എന്നിട്ട് നമ്മൾ ആ അമല് ചെയ്ത നന്മയെ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇപ്പോൾ പിന്നെ എൻ്റെ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു പരിചയമുള്ള ഒരാൾ തന്നെ,
അപ്പോൾ അയാൾ വെച്ച സ്റ്റാറ്റസ് അയാളെ കുട്ടി നിസ്കരിക്കുന്ന ഫോട്ടോ സ്റ്റാറ്റസ് വെച്ചു. ഒരു ചെറിയ കുട്ടിയാണ്, ആ ചെറിയ കുട്ടി നിസ്കരിക്കുന്നത്, നിസ്കാരക്കൊപ്പായിട്ട് നിസ്കരിക്കുന്നത് അയാൾക്കൊരു അത്ഭുതകരമായിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അതൊരു സ്റ്റാറ്റസ് വെക്കുകയാണ്. അപ്പം ആ നമസ്കരിക്കുന്ന അമല് അയാൾ സ്റ്റാറ്റസ് വെക്കുന്നത് ഈ കുട്ടിയുടെ നിസ്കാരം ആര് കാണണം? ആൾക്കാർ കാണണം അല്ലേ? അതല്ലേ, അതിനു വേണ്ടിയിട്ടാണ് ഇത് വെക്കണത്. അതില്ലായിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ നിസ്കാരം അതിൻ്റെ പ്രതിഫലം ആർക്ക് കിട്ടിയിരുന്നു? ഈ വാപ്പാക്ക് കിട്ടിയിരുന്നു. നമ്മൾ ഇന്ന് നമ്മളെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. നന്മകൾ ധാരാളം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ നന്മകളൊന്നും നാളെ പരലോകത്ത് കാണാതെ പോകുന്ന ഏറ്റവും അപകടകരമായ സംഗതിയാണെന്ത്? റിയാ. അപ്പോൾ ആ ഹദീസ് നമ്മൾ അതിലേക്ക് ചേർത്ത് വായിച്ചു വെക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, സ്വകാര്യതയിൽ തിന്മ ചെയ്യൽ. സ്വകാര്യതയിൽ തിന്മ ചെയ്യുന്നവർ അല്ലെങ്കിൽ തിന്മ ചെയ്യൽ. ഇമാം ബുഖാരിയുടെ 6058 നമ്പർ ഹദീസ്. 6058, 6058. ഹദീസ് ഞാൻ പറയുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും സ്വകാര്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തിന്മല്ല. ഏറ്റവും സ്വകാര്യമായി നമ്മൾ ചെയ്യേണ്ടത് നന്മകളാണ്. ഇപ്പം നിങ്ങൾ എടുത്തു നോക്കി, ഏത് നന്മയാണോ ഏറ്റവും മഹത്തരമായ നന്മ, ആ നന്മകളൊക്കെ ഏറ്റവും സ്വകാര്യതയിലായിരിക്കും ചെയ്യുക. ഒരു മനുഷ്യൻ ചെയ്യുന്ന അയാൾ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാത്രി നിസ്കാരം അല്ലേ? ആ രാത്രി നിസ്കരിക്കുന്നത്, ഇപ്പം ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, എനിക്ക് റബ്ബിന് മാത്രമേ അറിയുള്ളൂ അല്ലേ? നമ്മൾ ഓരോരുത്തരും രാത്രി നിസ്കരിക്കുന്നുള്ള കാര്യം ആർക്ക് മാത്രമേ അറിയുള്ളൂ? റബ്ബിന് മാത്രമേ അറിയുള്ളൂ. ഏറ്റവും സ്വകാര്യമായി ചെയ്യുന്ന ഇബാദത്ത്. അപ്പോൾ ഏറ്റവും സ്വകാര്യതയിൽ എന്ത് മാത്രം ചെയ്യേണ്ടത്? നന്മകൾ സ്വകാര്യമായി ചെയ്യുക. എന്നാൽ ഇന്ന് മനുഷ്യൻ നന്മകൾ പരസ്യമായി ചെയ്യുകയും തിന്മകൾ സ്വകാര്യമായി ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും അപകടകരമായൊരവസ്ഥ. തിന്മകളിൽ ഏറ്റവും കൂടുതൽ എന്താണ്? സ്വകാര്യ തിന്മകളാണ്. അതിനാണ് റസൂൽ ദൽ വജ്ഹൈൻ എന്ന് പറഞ്ഞത്, ദിമുഖൻ എന്ന് പറഞ്ഞത്. ഒരാൾ ദിമുഖനാണെങ്കിൽ അയാളെ അമലുകൾ സ്വീകരിക്കപ്പെടില്ല. ദിമുഖൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഫേസ്, അതായത് ഒരു സ്വകാര്യത്തിലൊന്നും പരസ്യത്തിൽ വേറൊന്നും. അങ്ങനെയാണെങ്കിൽ അയാളുടെ പരസ്യമായ ജീവിതത്തിലെ നന്മകൾ പോലും എന്താവും? മായ്ക്കപ്പെടും. അമലുകൾ നഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുണ്ടാവാൻ പാടില്ല. ഞാൻ ഹദീസ് വായിക്കാം. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരിയുടെ 6058 നമ്പർ ഹദീസ്. ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തജിദു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹ്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ഷർറുള്ളവനായിട്ട് കാണപ്പെടൽ ആരെന്നറിയും? ഏറ്റവും ഷർറുള്ളവനായിട്ട്, ഏറ്റവും മോശപ്പെട്ടവനായ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ കാണപ്പെടുന്ന വ്യക്തി ദൽ വജ്ഹൈൻ, ദിമുഖനാണ്. ആരാണ്? അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹിൻ, ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹിൻ. ഒരു ഭാഗത്ത് ഒരു മുഖവും മറ്റൊരു ഭാഗത്ത് മറ്റൊരു മുഖവും. ഇനി അതിലേക്ക് ചേർത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. വേറെ ഉണ്ടെന്ന് കാര്യം നമുക്ക് പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. എത്രയെന്ന് ചോദിച്ചാൽ
നമുക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാവാൻ പാടും, ഒരൊറ്റ വ്യക്തിത്വം. നമ്മളെ വീട്ടിൽ മക്കളുടെ മുന്നിൽ, കുടുംബത്തിൻ്റെ മുന്നിൽ ഒരു വ്യക്തിത്വവും നാട്ടിൽ ജനങ്ങൾക്ക് മുന്നിൽ വേറൊരു വ്യക്തിത്വവും ഉണ്ടാവരുത്. നമ്മളൊരു വ്യക്തി, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ രഹസ്യം, നമ്മുടെ പരസ്യം എല്ലാം എന്തായിരിക്കണം? ഒരുപോലെ ആയിരിക്കണം. അപ്പം നമ്മൾ നാട്ടിലിറങ്ങിയാൽ ആൾക്കാരെ മുന്നിൽ ഭയങ്കര ചിരിയും കളിയും, എല്ലാവർക്കും കൈ കൊടുത്ത് സലാം പറഞ്ഞ് എല്ലാവരോടും പുഞ്ചിരിച്ച് എല്ലാവരും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാൾ വീട്ടിൽ കയറിയാൽ ഭയങ്കരമായ ഗൗരവക്കാരനാകുക. മക്കളോട്, ഭാര്യനോട്, കുടുംബത്തോടൊന്നും ചിരിയൊന്നുമില്ല. അപ്പോൾ അയാൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ കയറിയാൽ തൊഴിലാളികളോട്, ജോലിക്കാരോട് വേറൊരു സ്വഭാവം, കസ്റ്റമേഴ്സിനോട് വേറൊരു സ്വഭാവം, ആൾക്കാർ സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവം, അവിടെയുള്ള ജോലിക്കാരുടെ വേറൊരു സ്വഭാവം. ഇങ്ങനെ ഒരു വജ്ഹൈ നമുക്കുണ്ടാവാൻ പാടില്ല. എല്ലാവരെയും ഒരേപോലെ ഒരേ കണ്ണോടുകൂടി കാണുന്ന അവസ്ഥ ഉണ്ടാവണം. അതില്ലാതിരുന്നാലുള്ള തയ്യാറെന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് നന്മ ഉണ്ടെങ്കിൽ ആ നന്മ പോലും എന്തായിപ്പോകും? നഷ്ടപ്പെട്ടു പോകും. വളരെ ഗൗരവകരമായ കാര്യമാണ്. പലപ്പോഴും നമ്മുടെ മാനസികാവസ്ഥക്കനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ പെരുമാറുക, അല്ലേ? വനഫ്സിമമാ സൗവാഹ, മനസ്സ് തന്നെയാണ് സത്യം, മനസ്സിനെ സൃഷ്ടിച്ച രീതിയും തന്നെയാണ് സത്യം. ഇവിടെ എന്താ പറഞ്ഞല്ല? ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. കണ്ടാ, അതിന് ഫുജൂറും തോന്നിക്കും, തഖ്വയും തോന്നിക്കും. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ ആരാണോ നന്നാക്കാൻ വിജയിക്കും. ഖദ് ഖാബ മൻ ദസ്സഹ, മലിനമാക്കിയവൻ ആരാണോ അവന് പരാജയപ്പെടും. അപ്പം നമ്മുടെ മാനസികാവസ്ഥക്കനുസരിച്ച് നമ്മൾ പെരുമാറുക എന്നത് ബോധപൂർവം നമ്മൾ ക്രമീകരിക്കേണ്ട സംഗതിയാണ്. ഇത് നമുക്കൊരു നല്ല മൂടുള്ള സമയത്ത് നമ്മളൊരാളും, നമുക്കൊരു നല്ല നേട്ടം ശമ്പളം കിട്ടണമെന്ന്, ഒരു ശമ്പളക്കാരനാണെങ്കിൽ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി വരെ അവനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 20-ാം തീയതി കണ്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വഭാവം മാറി തുടങ്ങി. പെരിയിൽ ഭാര്യൻ്റെ മുന്നിൽ, മക്കളെ മുന്നിലൊക്കെ പിന്നെ അവൻ്റെ സ്വഭാവം പെരുമാറ്റമൊക്കെ മാറി തുടങ്ങി. എന്താ അതുകൊണ്ട് ഉണ്ടാകാൻ അറിയാം? 15-ാം തീയതി വരെ ഒരു മുഖവും 15-ാം തീയതിക്ക് ശേഷം 30-ാം തീയതി വരെ വേറൊരു മുഖമാണെങ്കിൽ ഈ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള അമലൊക്കെ എന്തായി? പകുതി മനസ്സിലായ? അമലുകൾ ബാത്തിലാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ചെറിയ ചെറിയ ചില കാര്യങ്ങൾ കൂടി പറയാൻ ഇൻഷാ അല്ലാഹ്. നമ്മളെ നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ സ്ഖലിതങ്ങൾ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മളെ അമലുകളെ ഇല്ലാതെയാക്കി മാറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കൊക്കെ ആകെയുള്ള പ്രതീക്ഷ എന്താണ്? നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ തയ്യാറാണ്, റെഡിയാണ് എപ്പോഴും, അല്ലേ? അള്ളാഹിൻ്റെ വിളി വന്നാൽ പോകാൻ റെഡിയാണ്, തയ്യാറാണ്. ആ തയ്യാറായിരിക്കണം നമുക്കുള്ള ഏക പ്രതീക്ഷ എന്താ? നമ്മൾ അങ്ങോട്ട് ചെയ്തു വെച്ച കാര്യങ്ങളാണ്, അല്ലേ? ഇനി അസർ നിസ്കരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ളുഹർ വരെയുള്ള കാര്യമാണ് നമ്മൾ ചെയ്തു വെച്ച കാര്യം, അല്ലേ? അതിലാണ് നമുക്ക് എന്തുള്ളത്? പ്രതീക്ഷ ഉള്ളത്, അല്ലെ? നമുക്ക് മാത്രമല്ല, നമ്മൾ മരിച്ചാൽ നമ്മളെ മരണത്തിൽ സങ്കടപ്പെടുന്ന, നമ്മളെ പരലോകത്തെക്കുറിച്ച് സങ്കടപ്പെടുന്ന നമ്മളെ ബന്ധുക്കൾക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ ഉള്ളൊരു പ്രതീക്ഷ എന്താണ്? വാപ്പാക്ക് പേടിക്കാനില്ല, വാപ്പ കുറേ ഖുർആൻ ഓതിയിട്ടുണ്ട്, വാപ്പ എന്നും ഖുർആൻ ഓതുന്ന ആളാണ്, വാപ്പ ഒരു നിസ്കാരം ഒഴിവാക്കലില്ല, വാപ്പ നല്ലോണം ദാനം ചെയ്യുന്ന ആളാണ്, അല്ലേ? ആ മരിച്ച വാപ്പാനെപ്പറ്റി ഉമ്മാനെപ്പറ്റി മക്കൾക്കുള്ള പ്രതീക്ഷ എന്താണ്? ഇവരെ അമലല്ലേ? ആണോ? ഈ അമലൊന്നും അവിടെ കാണാനില്ലെങ്കിലോ? അപ്പം നമുക്കും പ്രതീക്ഷ അതാണ്, നമ്മളെ ബാക്കിയുള്ളവർക്കും പ്രതീക്ഷ നൽകുന്ന കാര്യം അതാണ്. അതവിടെ ഇല്ലാതെയാകുന്നു, വട്ടപൂജ്യമാകുന്നു എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നോട്ടായിട്ട് നമ്മൾ ഓരോന്നും എഴുതി നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു വെക്കണമെങ്കിൽ മാത്രമേ പടച്ചോനെ ഞാൻ ഈ പഠിച്ച കാര്യത്തിന് വിരുദ്ധമാകുമല്ലോ റബ്ബേ എൻ്റെ ഈ കാര്യം. അത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? അപ്പോൾ ഇനി നമ്മളെ ഈ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന പല ആൾക്കാരും എന്നോട് പേഴ്സണലായിട്ടൊക്കെ തന്നെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് യാതൊരു പൊടുവോ, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിങ്ങനെ അതിൻ്റെ കൂലി നഷ്ടപ്പെടുന്നൊരു പ്രവർത്തനം ആവുമോ ഞാൻ അങ്ങനെ ചെയ്താൽ? ആ ചോദ്യത്തിൻ്റെ പിന്നിൽ ഉള്ള പ്രചോദനം എന്താ? ഈ പഠനമാണ്, ഈ ചിന്തയാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിലുള്ളത്, അല്ലേ? അതല്ലെങ്കിൽ എന്താ ചെയ്യുക? ഇതൊന്നും അറിയാതെ പോവുകയാണെങ്കിൽ കുറേ അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷേ നാളെ അവിടെ ചെല്ലുമ്പോഴാണ് ആമിലത്തുൽ നാസിബ തസ്ലാ നാറൻ ഹാമിയ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു തആല പൂർണ്ണമായി കബൂൽ ചെയ്യുന്ന അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ പോരായ്മകളും തെറ്റുകളും കുറവും റഹ്മാനായ റബ്ബ് അവൻ്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് അതൊക്കെ പൂർത്തീകരിച്ച് അതൊക്കെ മാപ്പാക്കി പൂർണ്ണമായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്ത മുഴുവൻ അമലും ഒന്നും നഷ്ടപ്പെടാതെ പരലോകത്ത് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.